ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹോം മെയ്ഡ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ബ്രെഡിൻ്റെ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുന്നേ ബ്രെഡ് ഡോൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ആ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് ബ്രെഡും സമൂനയും റോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അതേ സെയിം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മളെ ഡോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പഞ്ച് ഡൗൺ ചെയ്തിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ബ്രെഡിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്കിതിനെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങോട്ട് മടക്കിയതിന് ശേഷം നമുക്കിതിനെ നമ്മുടെ ബ്രെഡ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ട്രേൻ്റെ ആ ഒരു വലിപ്പത്തിന് കണക്കാക്കിയിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. നമുക്കൊരത്യാവശ്യം കനത്തിൽ തന്നെ ഇതിനെ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് എൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ വക്കൊക്കെ നല്ല ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ലോഫിലൊന്ന് ബട്ടറൊന്ന് തടവിയെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായി നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ ഡോനെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റത്തെ എൻഡ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് അടിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരുമ്പോൾ അതിങ്ങനെ അതിമെന്ന് വിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏച്ച പോലത്തെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ലാസ്റ്റിൽ വരുന്നത്, അത് അടിയിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വെക്കുന്ന ഈ ബ്രെഡ് ഡോ നമ്മുടെ ലോഫിൽ ലൂസായിരിക്കണം കേട്ടോ. 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് വേണം. 4 സൈഡിലും കുറേശ്ശെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോഴാണിത് ഇനിയും നമ്മളിത് അരമണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ, അപ്പോഴാണ് അതിന് ശരിക്കും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലൊരു ക്ലിം ഫിലിമോ അല്ലെങ്കിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ബ്രെഡ് ബേക്ക് ചെയ്യാൻ 10 മിനിറ്റും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് മുന്നേ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഓവന്. നമ്മൾ 0 നിന്ന് 10 ആക്കിയിട്ടുണ്ട്. ചൂട് 180 ഡിഗ്രിയിലാട്ടോ വെച്ചിട്ടുള്ളത്. അതേപോലെ തായ്മേൽ ഈ സെലക്ടർ താഴെ കോയിൽ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ അത് ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാ പാലാട്ടോ, നമ്മളെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഓവനും തന്നെ അതുപോലെ തന്നെ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാട്ടോ നമ്മുടെ ടൈമർ ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് വെക്കാം. നമുക്കിതിനെ ഒരു 25 മിനിറ്റ് ഒന്ന് ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 20 മിനിറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, ആയിണ്ടോ നോക്കാം. ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ബേക്കായി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ഓവന് 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ബ്രെഡ് എന്തായി നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡ് നല്ല ടേസ്റ്റും ഉണ്ടാവും, മുകളിൽ നല്ല സോഫ്റ്റും നല്ല ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ നമ്മുടെ ബ്രെഡ് ഏകദേശം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കട്ടിംഗ് ബോർഡുമൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിരിയിട്ട് കൊടുക്കാം. ഒരു പാകം കേട്ടോ. ഇനിയും ഡാർക്ക് ആയാൽ വലിയ സുഖമില്ല. അപ്പം നിങ്ങൾക്ക് ഡാർക്ക് കളർ ഇനി വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്താൽ മതി സൈഡൊക്കെ. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ബ്രെഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ. ഇനി നിങ്ങളെല്ലാവരും ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.